ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിനീതിന് സങ്കടം സഹിക്കാനാവാതെ നിവിനെ കാണാൻ ചെല്ലാണ്. ഗംഗയുടെ കല്യാണം ഉറപ്പിച്ച കാര്യങ്ങൾ വിനീത് നിവിനോട് തുറന്നു പറഞ്ഞു. പെണ്ണ് കാണാൻ വന്നതും ഇനി വൈകാതെ തന്നെ കല്യാണം ഉണ്ടാകുമെന്നും വിനീത് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിവിൻ ചോദിച്ചു, എടാ നിനക്ക് ഗംഗയോട് സംസാരിക്കാമായിരുന്നില്ലേ എന്ന്. എന്നാൽ വിനീത് നിരാശയോടെ പറയാണ്, ഞാൻ ഇനി എന്ത് സംസാരിക്കാനാണ്? ആ അമ്മാവനുണ്ടായിരുന്ന സമയത്തിന് അവൾക്ക് ഈ ആലോചനയോട് താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ കുറച്ചു കാലം കൊണ്ട് അവൾക്ക് എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വെറുതെ മോഹിച്ചു. എൻ്റെ മനസ്സിൽ മാത്രമാണ് ആ ഇഷ്ടമുള്ളത്. ഇപ്പോൾ ആ കാര്യം എനിക്ക് തോന്നുന്നു. അവളുടെ മനസ്സിൽ എന്നോട് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവൾ ഒരിക്കലും മറ്റൊരു കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നല്ലോ. വിനീത് തകർന്നു നിൽക്കുന്നത് കണ്ട് നിവിൻ അവനെ ആശ്വസിപ്പിച്ചു. സാരമില്ലടാ, നിനക്കുള്ളതാണെങ്കിൽ അത് നിനക്ക് തന്നെ കിട്ടും. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? വിനീതിന് പക്ഷേ സങ്കടമടക്കാനായില്ല. കല്യാണം മുടങ്ങിയപ്പോൾ അവൾ എൻ്റേതാകുമെന്ന് കരുതിയ സ്വപ്നങ്ങളെല്ലാം തന്നെ വെറുതെ ആയല്ലോ എന്ന് അവൻ പറഞ്ഞു. വിനീത് ഇങ്ങനെ പറഞ്ഞു കരഞ്ഞപ്പോൾ നിവിൻ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ധൈര്യം കൊടുത്തു. കുറേ സമയം കഴിഞ്ഞ് കാവേരി ഓഫീസിലേക്ക് എത്തുമ്പോൾ നേരം കുറച്ച് വൈകിയിരുന്നു. അപ്പോഴാണ് രാജേശ്വരി അങ്ങോട്ടേക്ക് വരുന്നത്. സമയം എത്രയാണെന്ന് നിനക്കറിയാമോ എന്ന് രാജേശ്വരി ദേഷ്യത്തോട് ചോദിച്ചു. നിനക്ക് തോന്നുന്നത് പോലെ വരാനും പോവാനുമുള്ള സ്ഥലമൊന്നുമല്ല ഇത് എന്ന് പറഞ്ഞപ്പോൾ കാവേരി എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു അമ്മയെന്ന് നിവിൻ ഇടയിൽ കയറി പറഞ്ഞു. നിന്റെ സപ്പോർട്ട് ആര് ചോദിച്ചു? അവൾക്ക് വായുണ്ടല്ലോ, അവൾ പറയട്ടെ എന്ന് രാജേശ്വരി നിവിനെ വഴക്ക് പറഞ്ഞു. ഇത് കണ്ടുനിന്ന സഹായത്തിന് ചിരിയാണ് വന്നത്. കാവേരി മാപ്പ് പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകി. ഗസ്റ്റുകളുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് നിവിനെ ബാങ്കിലേക്ക് കൊണ്ടുപോവാൻ രാജേശ്വരി അകത്തേക്ക് പോയി. നിവിൻ അടുത്ത് ചെന്നപ്പോൾ കാവേരി വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമായിരുന്നു. എന്തു പറ്റിയെന്ന് നിവിൻ ചോദിച്ചപ്പോൾ ഗംഗേച്ചിയെ കാണാൻ പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നത് കൊണ്ട് തന്നെ വൈകിയതാണ് എന്ന് അവൾ പറഞ്ഞു. അമ്മയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്നും അത് കാര്യമാക്കേണ്ട എന്നും നിവിൻ ആശ്വസിപ്പിച്ചുവെങ്കിലും കാവേരിയുടെ മുഖത്തെ സങ്കടം അറിയില്ല. പെണ്ണ് കാണാൻ വന്ന ആളെ ഞങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ്റെ പ്രായമുള്ള ഒരാളാണ് വന്നിരിക്കുന്നത് എന്ന് അവൾ സങ്കടത്തോടെ പറഞ്ഞു. നിവിൻ അത് കേട്ട് അമ്പരന്നു. എന്നിട്ടും എന്തിനാണ് ഈ കല്യാണം നടക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കാവേരി എല്ലാത്തിനും കാരണം ജയപാലൻ അങ്കിളാണെന്ന് പറഞ്ഞ് അയാൾ കൊണ്ടുവന്ന ആലോചനയായതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാനും പറ്റില്ല. ഇങ്ങനെ വെടിവെച്ച് കൊല്ലാണ് വേണ്ടത് എന്ന് ദേഷ്യത്തോടു കൂടെ തന്നെ അവൾ പറഞ്ഞു. കൊല്ലാനോ എന്ന് നിവിൻ അമ്പരന്നപ്പോൾ പിന്നെന്താ നിവിൻ, അയാൾക്കിവിടെ ആർക്കും ഒരു സമാധാനം കൊടുക്കില്ലെന്ന് അവൾ പറഞ്ഞു. അമ്മക്കാണെങ്കിൽ അയാൾ പറഞ്ഞത് വേദവാക്യമാണ്. നിവിൻ പിന്നെ കാവേരിയുടെ മനസ്സിലെ പുരുഷ സങ്കല്പത്തെക്കുറിച്ചൊക്കെ ചോദിച്ചു. തന്നെയും കുടുംബത്തെയും നന്നായി നോക്കുന്ന വൃത്തികെട്ട സ്വഭാവമില്ലാത്ത ഒരാളാകണം തൻ്റെ പങ്കാളിയെന്ന് കാവേരി തുറന്നു പറഞ്ഞു. നിവിൻ ഇതെല്ലാം കേട്ട് ചിന്തിച്ചു. കുഴപ്പമില്ലല്ലോ, ഇവളുടെ സങ്കല്പങ്ങൾ. അങ്ങനെ ഒരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. ഇതേസമയം ശാരദ അടുക്കളയിൽ കയറി ജോലി ചെയ്യുമ്പോൾ ഗംഗയും അങ്ങോട്ടേക്ക് വന്നു. ഗംഗയുടെ മുഖത്ത് വാട്ടം കണ്ട് ശാരദ കാര്യം തിരക്കിയെങ്കിലും അവളൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് ജയപാലൻ വിളിക്കുന്നത്. ഫോൺ എടുക്കാൻ ഗംഗയോട് പറഞ്ഞെങ്കിലും താല്പര്യമില്ലെന്ന് അവൾ പറഞ്ഞു. ജയപാലൻ ഫോണിലൂടെ പറയുന്നത് ചെക്കൻ്റെ വീട്ടുകാർക്ക് ഗംഗയെ ഒരുപാടധികം ഇഷ്ടപ്പെട്ടു എന്നും കല്യാണം എപ്പോൾ നടത്താമെന്നുമാണ്. ശാരദ ആകെ വെട്ടിലായി. ചെക്കന് പ്രായം കൂടുതലാണെന്നും കുട്ടികൾക്കൊന്നും താല്പര്യമില്ലെന്നും ശാരദ ജയപാലനോട് പറഞ്ഞു. നീ എന്ത് വിവരക്കേടാണ് ഈ പറയുന്നത്? ജയപാലൻ ശാരദയെ ശകാരിച്ചു. കുട്ടികൾ പറയുന്നത് കേട്ട് നീയും ഇങ്ങനെയാണോ? കയ്യിൽ 5 പൈസയില്ല, സ്ത്രീധനം പോലും വേണ്ടാന്ന് പറയുന്ന ഇങ്ങനൊരു ആലോചന ഇനി കിട്ടില്ല. അവർ സ്വർണ്ണമിട്ട് കെട്ടിക്കോളുമെന്നാണ് അവർ പറയുന്നത്. ചെക്കന് പ്രായമുണ്ടെന്നത് മുടിയില്ലാത്തത് കൊണ്ടാണ് എന്നും അത് ടൈഫോയിഡ് വന്നു പോയതാണെന്നും പറഞ്ഞ് അയാൾ ശാരദയെ വിശ്വസിപ്പിച്ചു. അരവിന്ദനില്ലാത്ത അവസ്ഥയിൽ ഇനി 3 പെൺകുട്ടികളുടെ കല്യാണം കൂടി നടത്താനുണ്ട്. ആ ഒരു ഓർമ്മ വേണമെന്നും അയാൾ ശാരദയെ ഭയപ്പെടുത്തി. ഒടുവിൽ ഗംഗയോട് ചോദിക്കാമെന്ന് പറഞ്ഞ് ശാരദ ഫോണ് വെച്ചു. ജയപാലൻ പറഞ്ഞ കാര്യങ്ങൾ ഗംഗയോട് പറഞ്ഞപ്പോൾ അവൾ നിസ്സംഗതയോടെ പറഞ്ഞു, അമ്മയുടെ തീരുമാനത്തിന് താൻ എതിര് നിൽക്കില്ല എന്ന്. ഇത് കേട്ട് യമുന അങ്ങോട്ടേക്ക് വന്നു. പ്രായമുള്ള ഒരാൾക്ക് ഗംഗേച്ചിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നും അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്നും പറഞ്ഞു. എന്നാൽ ഗംഗയുടെ കാര്യത്തിൽ മറ്റാരും ഇടപെടേണ്ടെന്ന് ശാരദ കടുപ്പിച്ചു പറയാണ്. വൈകുന്നേരം കാവേരി വന്നപ്പോൾ യമുന എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. ഗംഗേച്ചിയുടെ മനസ്സ് മാറ്റണമെന്നും ജയപാലൻ അങ്കിൾ ഇതിൽ എന്തോ ലാഭമുണ്ടെന്നും കാവേരിക്ക് ഉറപ്പായിരുന്നു. ഈ സമയം വിനീത് വീട്ടിലേക്കെത്തി. ആഹാരം കഴിക്കാൻ കൂട്ടാക്കാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു വിനീത്. സുജാത വന്ന് ഗംഗയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും പിന്നീട് അവൾക്ക് നിന്നെ ഇഷ്ടമില്ല എന്നും വെറുതെ അവളുടെ പിന്നാലെ നടന്ന് ജീവിതം കളയണ്ട എന്നൊക്കെ പറഞ്ഞു. പണ്ട് പണമുള്ളപ്പോൾ അവൾ നമ്മളെ നോക്കിയില്ല, ഇപ്പോൾ ഗതി കെട്ടപ്പോൾ നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയെന്നൊക്കെ പറയും. അത് നടക്കാത്തതുകൊണ്ടാണ് പുതിയ ആലോചന വന്നത് എന്ന് സുജാത കുത്തിപ്പൊക്കി പറഞ്ഞു. ദേഷ്യം വന്ന വിനീത് ആഹാരപാത്രം അങ്ങ് തട്ടിത്തെറിപ്പിച്ച് മാറ്റി അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോയി. വിനീത് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ട് സുജാത അവിടെ പകച്ചു നിന്നു. നേരെ കാവേരിയുടെ വീട്ടിലേക്കാണ് അവൻ വെച്ചു പിടിച്ചത്. വഴിയിൽ വെച്ച് നിവിനെ കണ്ടുമുട്ടിയപ്പോൾ വിനീത് തൻ്റെ മനസ്സിലുള്ള സങ്കടം മുഴുവൻ പുറത്തെടുത്തു. എടാ, ആ ജയപാലൻ അങ്കിൾ ഈ കുടുംബത്തെ നശിപ്പിക്കും. അയാൾക്ക് ഗംഗയോടുള്ള സ്നേഹമല്ല, ആ സിനൂപിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ കമ്മീഷനാണ് വലുത്. വിനീത് രോഷത്തോടെ പറഞ്ഞു.
അതേസമയം വീട്ടിൽ ഗംഗ ഒരു മുറിയിൽ കരയുകയായിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് കാവേരിക്കും യമുനക്കും സഹിക്കാൻ കഴിഞ്ഞില്ല. കാവേരി പതുക്കെ ഗംഗയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ചേച്ചി, അമ്മയോടുള്ള ബഹുമാനം കൊണ്ട് സ്വന്തം ജീവിതം ഇങ്ങനെ തുലക്കരുത്. ആ സിനൂപ് അത്ര നല്ലവനാണെന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അവനെപ്പറ്റി ചില വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. കാവേരി തൻ്റെ ഓഫീസിലെ പഴയ ഫയലുകൾ പരിശോധിച്ചപ്പോൾ സിനൂപിനെക്കുറിച്ച് ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. അവൻ മുൻപ് 2 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്നും അത് സ്ത്രീധനത്തിന് വേണ്ടി തകർത്തതാണ് എന്നും കാവേരി കണ്ടെത്തി. പിറ്റേന്ന് രാവിലെ ജയബാലൻ അങ്കിൾ കല്യാണത്തിന്റെ അഡ്വാൻസ് തുകയുമായി ശാരദയുടെ വീട്ടിലേക്കെത്തി. ഇന്ന് തന്നെ നിശ്ചയത്തിന്റെ തീയതി കുറിക്കണം. ശാരദയെ അയാൾ തിടുക്കം കൂട്ടി. എന്നാൽ അപ്പോഴാണ് കാവേരി നിവിനും കൂടി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. കൂടെ സിനൂപിന്റെ ആദ്യത്തെ ഭാര്യയും ഉണ്ടായിരുന്നു. അവരെ കണ്ടപ്പോൾ ജയബാലന്റെ മുഖം അങ്ങ് വിളറി. സിനൂപിന്റെ തനി നിറം ആ സ്ത്രീ ശാരദയുടെ മുൻപിൽ അങ്ങ് തുറന്നു പറഞ്ഞു. ജയബാലൻ തങ്ങളെ എങ്ങനെയാണ് ചതിച്ചത് എന്നും പണത്തിന് വേണ്ടി ഗംഗയുടെ ജീവിതം ബലി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നും ബോധ്യപ്പെടുത്തിയപ്പോൾ ശാരദ ആകെ തകർന്നു പോയി. ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് തന്നെ ശാരദ ജയബാലിനെ അവിടെ നിന്നും അങ്ങ് ആട്ടി പുറത്താക്കി. ഗംഗയുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് തന്നെ വിനീത് അവളുടെ അരികിലേക്കെത്തി. ശാരദ വിനീതിന്റെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ഗംഗയുടെ കൈവെള്ളയിൽ അങ്ങ് വെച്ചു കൊടുത്തു. അരവിന്ദൻ ഉണ്ടായിരുന്നുവെങ്കിൽ മകൾക്ക് ഏറ്റവും നല്ലത് ഇതാണെന്നേ കരുതുമായിരുന്നുള്ളൂ. ശാരദ വിതുമ്പലോടുകൂടെ പറഞ്ഞു. തന്റെ പ്രണയ സാഫല്യത്തിന്റെ സന്തോഷത്തിൽ വിനീത് നിൽക്കുമ്പോൾ കാവേരിയും നിവിനും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. കാവേരിയുടെ ഉള്ളിലെ ആ ഒരു പുരുഷ സങ്കല്പം നിവിനാണെന്ന് അവൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. സ്നേഹവും സത്യവും ജയിച്ച സന്തോഷത്തിൽ ആ വീട് വീണ്ടും സമാധാനത്തിലായി. അങ്ങനെ ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.